2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി സൗദിയും ഖത്തറും. ജിദ്ദയിൽ നടന്ന സൗദി ഇറാഖ് മത്സരം സമനിലയിലായതോടെ ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയ സൗദി യോഗ്യത നേടുകയായിരുന്നു. ദോഹയിൽ നടന്ന മത്സരത്തിൽ UAE പരാജയപ്പെടുത്തിയാണ് ഖത്തർ യോഗ്യത നേടിയത്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 60,000-ലേറെ ആരാധകരുടെ കാതടപ്പിക്കുന്ന ആരവങ്ങൾക്കിടെ ഗ്രീൻ ഫാൽക്കൻസ് വീണ്ടും ലോകകപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചു. ഇത് 7ാം തവണയാണ് സൗദി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്നത്. ഇറാഖുമായുള്ള മത്സരം ഗോൾ രഹിത സമനിലയിലായതോടെ AFC ഏഷ്യൻ യോഗ്യതാ മത്സരം ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതെത്തിയാണ് സൗദി 2026 ലോകകപ്പിന് യോഗ്യത നേടിയത്. കഴിഞ്ഞ ആഴ്ച ഇന്തോനേഷ്യക്കെതിരായ മത്സരത്തിൽ 3-2 വിജയിച്ച സൗദി ഗോൾ ശരാശരിയിലാണ് ഇറാഖിനെ മറികടന്നത്. സ്വദേശികൾക്ക് പുറമെ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികളും കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. 2026 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായ ഒന്നായിരുന്നു. ആയതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ മത്സരമാണ് നടന്നത്. ഇരു ടീമുകളും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് നടത്തിയത്. സൗദിയെ സംബന്ധിച്ച് സമനില മതിയായിരുന്നുവെങ്കിലും ഇറാഖിനെ സംബന്ധിച്ച് വിൻ ചെയ്യുക എന്നുള്ളത് അവർക്ക് നിർണായകമായതിനാൽ തന്നെ ശക്തിയേറിയ മത്സരമാണ് നടന്നത്. നിരവധി മികച്ച അവസരങ്ങൾ സൗദിക്ക് ലഭിച്ചെങ്കിലും പന്ത് ഇറാഖിന്റെ വലയിലാക്കാൻ സാധിച്ചില്ല. എങ്കിലും ലോകകപ്പ് യോഗ്യത നേടിയ ആഹ്ലാദത്തിലാണ് രാജ്യം. അതേസമയം ദോഹയിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ UAE 2-1 പരാജയപ്പെടുത്തി ഖത്തറും ലോകകപ്പിനുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു. UAEക്കും ഇറാഖിനും ഇനി പ്ലേ ഓഫിന് അവസരമുണ്ട്. ഇരു ടീമുകൾക്കും ഏറെ നിർണായകമായിരുന്നു ഈ മത്സരം. അതുകൊണ്ട് തന്നെ സൗദിയും ഖത്തറും ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.